ഹോർമുസ് കടലിടുക്കിൽ ഇന്ത്യൻ കപ്പലുകളുടെ ഗതാഗതം നിലച്ചതോടെ നിലവിലുള്ള ഇന്ധന പ്രതിസന്ധി രൂക്ഷമാകാൻ സാധ്യത. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ആരംഭിച്ചപ്പോൾ മുതൽ ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷിത യാത്ര ഇറാൻ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഹോർമുസ് കടക്കാൻ ശ്രമിച്ച 2 ഇന്ത്യൻ കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത്. ഒരു കപ്പൽ മാത്രമേ മേഖലയിലൂടെ കടന്നുപോയുള്ളൂ. വിഷയത്തിൽ ഇന്ത്യ ഇറാനോട് ആശങ്ക അറിയിച്ചിട്ടുണ്ട്. നാളെ വിപണിയിൽ വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. അതേസമയം ഇറാൻ US ചർച്ചയിൽ പ്രതിസന്ധി തുടരുകയാണ്. ഒരു കരാർ ഉണ്ടാകാനുള്ള സാധ്യത വിദൂരമെന്നാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിബാഫിന്റെ നിലപാട്. ഹോർമുസ് അടച്ചതുകൊണ്ട് യുഎസിനെ ഭീഷണിപ്പെടുത്താനാകില്ലെന്ന് ട്രംപ് മുന്നറിയിപ്പും നൽകി. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. അജയ്, പ്രശ്ന പരിഹാരം എന്ന് കരുതിയിടുന്നിടത്ത് നിന്ന് പ്രശ്നം അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിലേക്കാണ് നീങ്ങിപ്പോകുന്നത്. ഇനിയൊരു കരാറിനുള്ള സാധ്യതയില്ല എന്ന് ഇറാൻ പറയുമ്പോൾ ചർച്ചകൾ പോലും അനിശ്ചിതത്വത്തിലാകുകയാണ്. രേണുക, ഇപ്പോൾ നാളെയാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു 2ാം ഘട്ട ചർച്ച നടക്കാനുള്ള തീയതിയായി നേരത്തെ പല അഭ്യൂഹങ്ങളും കേട്ടിരുന്നത്. എന്നാൽ നാളെ ഇത്തരത്തിലൊരു ചർച്ച നടക്കാനുള്ള സാധ്യത അത് വളരെയധികം മങ്ങിയിരിക്കുകയാണ്. ഇതുവരെ ഇറാൻ ഉദ്യോഗസ്ഥരോ US ഉദ്യോഗസ്ഥരോ അടുത്ത ഘട്ട ചർച്ചയെപ്പറ്റി യാതൊരു സൂചനയും നൽകിയിട്ടില്ല. ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം അടുത്ത ഘട്ട ചർച്ചകൾക്കായി ഒരു തീയതി നിശ്ചയിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ ഖാലിബാഫ് ഒരു പടി കൂടി കടന്ന് യുഎസുമായി ഒരു കരാർ ഉണ്ടാക്കുന്നത് വിദൂരമെന്നുള്ള ഒരു പരാമർശമാണ് നടത്തിയിരിക്കുന്നത്. എന്തായാലും ഹോർമുസ് കടലെടുക്ക് ഇറാൻ ഇപ്പോൾ വീണ്ടും അടച്ചതോടെ ഈ ചർച്ചയുടെ പ്രതിസന്ധി അത് കുറച്ചുകൂടി രൂക്ഷമായിരിക്കുകയാണ്. അമേരിക്കയുടെ ഉപരോധം തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇറാൻ ഹോർമുസ് കടലെടുക്ക് വീണ്ടും അടച്ച് അതുവഴി കപ്പൽ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുത്തിയത്. ഇത് കാരണം ഇന്ത്യ അടക്കം വളരെ രൂക്ഷമായിട്ടാണ് ബാധിക്കപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹോർമുസ് കടക്കാൻ ശ്രമിച്ച 2 ഇന്ത്യൻ കപ്പലുകളെ ഇറാൻ ആക്രമിക്കുകയുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഇന്ത്യ മേഖലയിലുള്ള കൂടുതൽ കപ്പലുകളെ പിൻവലിക്കുന്ന സ്ഥിതി ഉൾപ്പെടെയുണ്ടായി. ഒരു കപ്പൽ മാത്രമാണ് ഇന്ത്യയുടേതായ മേഖലയിലൂടെ കടന്നുപോയത്. 20 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ വഹിച്ചു കൊണ്ടുവന്ന ഒരു സൂപ്പർ കാരിയറിനെയും ഇറാൻ ഇറാൻ തടഞ്ഞതായിട്ട് നിലവിൽ റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഇന്ത്യൻ കപ്പലുകളെ ആക്രമിച്ച വിഷയത്തിൽ ഇന്ത്യ ഇറാനെ ശക്തമായിട്ടുള്ള ഒരു ഇന്ത്യയുടെ ആശങ്ക അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ വിദേശകാര്യ വക്താവായിട്ടുള്ള വിക്രം മിശ്രി ഇറാനിയൻ അംബാസഡറായിട്ടുള്ള മുഹമ്മദ് ഫത്താലിയെ നേരിട്ട് വിളിച്ചു വരുത്തിയാണ് ഇന്ത്യയുടെ ആശങ്ക അറിയിച്ചത്. ഇന്ത്യ ഇതിൽ വ്യക്തമാക്കുന്ന കാര്യം മുൻപ് ഇന്ത്യൻ കപ്പലുകളെ ഹോർമുസ് കടലിടുക്ക് വഴി കടന്നുപോകാൻ അനുവദിച്ചിരുന്നു. ഇതിന് സമാനമായി ഇനി തുടർന്നും ഇത്തരത്തിൽ കപ്പലുകൾക്ക് ഗതാഗതം അനുവദിക്കണമെന്നും അതുപോലെ ഇന്ത്യയുടെ നാവിക ഉദ്യോഗസ്ഥരുടെയും കപ്പലുകളുടെയും സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്നും മുഹമ്മദ് ഫത്താലി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇറാനിയൻ അംബാസഡർ ഇക്കാര്യം ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കാം എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഈ സംഘർഷത്തിൽ ഒരു അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. ഇനി ചർച്ച എപ്പോഴെന്നതിനെ പറ്റിയിട്ട് കൃത്യമായ സൂചന ലഭിച്ചിട്ടില്ല. അതേസമയം ഇറാനും അമേരിക്കയും തമ്മിലുള്ള വെടിനിർത്തൽ കാലയളവ് ഏപ്രിൽ 22-ന് അവസാനിക്കുകയാണ്. ട്രംപ് ഈ വെടിനിർത്തൽ നീട്ടുന്നതിനെ പറ്റി യാതൊരു സൂചനയും നൽകിയിട്ടില്ല. ഇറാനും ഒരു കടുത്ത നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. ആണവ വിഷയം ഉൾപ്പെടെ ഇപ്പോഴും സമവായത്തിൽ എത്തിയിട്ടില്ല. യുറേനിയത്തിന്റെ കാര്യത്തിലും തർക്കം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും തർക്കം തുടരുന്നു. അജയ്, നമ്മൾക്കറിയാം വളരെ കടുത്ത പ്രകോപനങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതിനു ശേഷം പെട്ടെന്ന് വെടിനിർത്തലിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഒരു പ്രശ്നപരിഹാരം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ ഇറാനുമേലുള്ള ഉപരോധം നീക്കില്ല എന്ന ട്രംപിന്റെ കടുംപിടുത്തമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നത്. ട്രംപിന് പിന്നോട്ട് പോകേണ്ടി വരും എന്നതാണോ സൂചനകൾ? ഇപ്പോഴും ഇറാൻ പിടിമുറുക്കുമ്പോൾ, നിലപാട് കടുപ്പിക്കുമ്പോൾ അയഞ്ഞ പ്രതികരണമാണ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അപ്പോൾ ട്രംപിന് ആ ഉപരോധത്തിൽ ഇളവ് നൽകിക്കൊണ്ടൊരു പ്രശ്നപരിഹാരത്തിലേക്ക് നീങ്ങേണ്ടി വരും എന്ന സാഹചര്യമാണോ ഇപ്പോൾ ഉള്ളത്? ഈ ഹോർമുസ് തടഞ്ഞ വിഷയത്തിൽ ട്രംപിന്റെ പ്രതികരണം വരുന്നത് ഇറാൻ ഇത്തരത്തിൽ ബ്ലാക്ക് മെയിലിംഗ് കൊണ്ട് യുഎസിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കേണ്ട എന്നാണ്. ഇത്തരത്തിലുള്ള ഭീഷണികൾക്കൊന്നും US വഴങ്ങില്ല എന്നും ട്രംപ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഇറാൻ ഇത്തരത്തിൽ ഹോർമുസ് കടലിടുക്ക് അടച്ചത് ലോകരാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ തന്നെയാണ്. ലോകരാജ്യങ്ങൾ കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ട്രംപിന് മേൽ കൂടുതൽ സമ്മർദ്ദം ഉയരാനുള്ള സാധ്യതകളുണ്ട്. ഇതിലൂടെ ഈ ഇറാനോട് ഒരു
സമവായത്തിൽ എത്തിക്കാൻ വേണ്ടി ട്രംപിനെ നിർബന്ധിതനാക്കുക. ഇതുതന്നെയാണ് ഇറാന്റെ നിലവിലെ ലക്ഷ്യം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹോർമുസ് അടച്ചത് കാരണം ഇന്ത്യ ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയാണ് കാത്തിരിക്കുന്നത്. ഇന്ന് ഞായറാഴ്ച വിപണി ഇപ്പോൾ ഇന്ന് പ്രവർത്തിക്കുന്നില്ല. നാളെ വിപണി തുറന്ന് പ്രവർത്തിക്കുന്നതോടുകൂടി ഈ ഹോർമുസ് അടച്ചതിലുള്ള പ്രതിഫലനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ഹോർമുസ് ഇറാൻ തുറന്നതിന് പിന്നാലെ ക്രൂഡ് ഓയിലിൻ്റെ വില $90 പെർ ബാരലിലൊക്കെ എത്തി നിന്നിരുന്നു. ഇപ്പോൾ ഈ പൂർണ്ണമായിട്ട് ഇപ്പോൾ ഒരു കപ്പലുകളെയും കടന്നു പോകാൻ അനുവദിക്കാതെ ഇറാൻ ഹോർമുസ് അടച്ചതോടുകൂടി പ്രതിസന്ധി ഈ ക്രൂഡ് ഓയിൽ വില ഉൾപ്പെടെ ഉയരാനുള്ള സാധ്യതയുണ്ട്. ഈ ക്രൂഡ് ഓയിൽ വില ഉയർന്നാൽ തീർച്ചയായിട്ടും അത് ഇന്ത്യയിൽ പണപ്പെരുപ്പത്തിന് കാരണമാകും. അതുപോലെ രൂപയുടെ മൂല്യം വീണ്ടും താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇന്ധന പ്രതിസന്ധി ഇപ്പോഴും രാജ്യത്ത് കടുത്ത രീതിയിൽ തുടരുകയാണ്. കൂടുതൽ LPG ഗ്യാസ് ഉൾപ്പെടെ ഇന്ത്യയിലേക്ക് വരാതിരുന്നാൽ അത് കടുത്ത ഒരു ക്ഷാമത്തിലേക്കായിരിക്കും രാജ്യത്തിനെ തള്ളിവിടുക. ഇപ്പോൾ ഇന്ത്യ ഇതുവരെ മറ്റ് പല രാജ്യങ്ങളിലും ഇന്ധനവില ഉൾപ്പെടെ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. അമേരിക്കയിലും മറ്റ് പല രാജ്യങ്ങളിലും ഇത് കടുത്ത പ്രതിസന്ധി നേരിടുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ഇതുവരെ ഇന്ധനവില വർദ്ധിപ്പിച്ചിട്ടില്ല. സർക്കാർ ഈ നികുതിയിൽ ഉൾപ്പെടെ ഇളവ് വരുത്തിക്കൊണ്ടാണ് ഇന്ധനവില അഡ്ജസ്റ്റ് ചെയ്തത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പുകൾ കഴിയുന്ന പശ്ചാത്തലത്തിൽ ചിലപ്പോൾ കേന്ദ്ര സർക്കാർ ഈ ഇന്ധനവിലയിൽ വർധനവ് ഉൾപ്പെടെ വരുത്താനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി കൂടുതൽ ഉയരുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുൾപ്പെടെ കേന്ദ്ര സർക്കാർ നിർബന്ധിതരാകും. അങ്ങനെയാണെങ്കിൽ അത് സാധാരണക്കാർക്കുൾപ്പെടെ വലിയൊരു അടി നൽകാനുള്ള സാധ്യതയുമുണ്ട്. മറ്റ് പല രാജ്യങ്ങളും ഇതിനോടകം തന്നെ അത്തരം കടുത്ത നടപടികളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞു. പല രാജ്യങ്ങളും ഇപ്പോഴും ഈ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനമാണെങ്കിലും മറ്റ് സ്വകാര്യ വാഹനങ്ങളുടെ ഒരു ഓട്ടമാണെങ്കിലും എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് നിലപാടെടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ഉൾപ്പെടെ പല രാജ്യങ്ങളിലും പ്രതിസന്ധിയിലാണ്. പലരും ഓൺലൈൻ വഴിയാണ് ഇതെല്ലാം തുടരുന്നത്. തീർച്ചയായും വലിയ ആശങ്ക ലോകത്ത് നിലനിൽക്കുകയാണ്. അപ്പോൾ രണ്ടാം ഘട്ട ചർച്ചകൾ പോലും അനിശ്ചിതത്വത്തിലാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. അജയ് സുധ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.